അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട്, അതിലെ 9ാമത്തെ പാഠത്തിന്റെ തദ്രീബാത്താണ്. ഈ ഷോർട്സിലെ തദ്രീബാത്തിലെ കുറച്ച് പ്രവർത്തനങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇതിലെ മുഴുവൻ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് വീഡിയോയിൽ ലഭിക്കുന്നതാണ്. നോക്കൂ, തദ്രീബാത്തിലെ 1ാമത്തെ പ്രവർത്തനം നക്തുബ്, എഴുതാനുള്ളതാണ്. ഖുർആനിൽ പറഞ്ഞ 25 നബിമാരുടെ പേരെഴുതുക. നിങ്ങൾ അവിടെ ഓർഡർ ആയിട്ട് എഴുതണം. നോക്കൂ, 1 ആദം നബി അലൈഹിസലാം, 2 ഇദ്രീസ് നബി അലൈഹിസലാം, 3 നൂഹ് നബി അലൈഹിസലാം, 4 ഹൂദ് നബി അലൈഹിസലാം, 5 സ്വാലിഹ് നബി അലൈഹിസലാം, 6 ഇബ്രാഹിം നബി അലൈഹിസലാം, 7 ലൂത്ത് നബി അലൈഹിസലാം, 8 ഇസ്മായിൽ നബി അലൈഹിസലാം, 9 ഇസ്ഹാഖ് നബി അലൈഹിസലാം, 10 യാക്കൂബ് നബി അലൈഹിസലാം, 11 യൂസുഫ് നബി അലൈഹിസലാം, 12 അയ്യൂബ് നബി അലൈഹിസലാം. ഇനി ഇപ്പുറത്ത് നോക്കൂ, 13 ഷുഐബ് നബി അലൈഹിസലാം, 14 ഹാറൂൻ നബി അലൈഹിസലാം, 15 മൂസ നബി അലൈഹിസലാം, 16 അലിയസ നബി അലൈഹിസലാം, 17 ദുൽകിഫ്ലി നബി അലൈഹിസലാം, 18 ദാവൂദ് നബി അലൈഹിസലാം, 19 സുലൈമാൻ നബി അലൈഹിസലാം, 20 ഇലിയാസ് നബി അലൈഹിസലാം, 21 യൂനുസ് നബി അലൈഹിസലാം, 22 സക്കരിയ നബി അലൈഹിസലാം, 23 യഹിയ നബി അലൈഹിസലാം, 24 ഈസ നബി അലൈഹിസലാം, 25 മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഇവിടെ കൊടുത്തതുപോലെ ഓർഡർ ആയിട്ട് നിങ്ങൾ ആ കൊടുത്തിരിക്കുന്ന ബോക്സുകളിൽ എഴുതുക. ഇനി നോക്കൂ, തദ്രീബാത്തിലെ 2ാമത്തെ പ്രവർത്തനം നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. 1ാമത്തെ ചോദ്യം, ആരാണ് അമ്പിയാക്കൾ? ഉത്തരം മതനിയമങ്ങൾ വഹിയായി ലഭിക്കുന്നവരാണ് അമ്പിയാക്കൾ. 2ാമത്തെ ചോദ്യം, മുർസലുകൾ ആരാണ്? ഉത്തരം മതനിയമങ്ങൾ വഹിയായി ലഭിക്കുന്നതോടൊപ്പം അവ പ്രബോധനം ചെയ്യാൻ കൽപ്പനയും ഉള്ളവരാണ് മുർസലുകൾ. 3ാമത്തെ ചോദ്യം, ഉലുൽ അസ്മ് എന്ന് പറയുന്നത് ആർക്ക്? ഉത്തരം മുർസലുകളിൽ ശ്രേഷ്ഠരായവർക്കാണ് ഉലുൽ അസ്മുകൾ എന്ന് പറയുന്നത്. അവർ മനക്കരുത്തോടെ കൂടുതൽ ത്യാഗങ്ങൾ സഹിച്ചവരുമാണ്. 4ാമത്തെ ചോദ്യം, അംബിയ മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? ഉത്തരം ഓലുൽ അസ്മുകൾ. ഇതിലെ ബാക്കി പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിൽ ലഭിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്.